ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സം ഓഫ് n നമ്പേഴ്സ് പ്രോഗ്രാം എങ്ങനെ ഈസിയായി കോഡ് ചെയ്യാമെന്നതാണ്. സം ഓഫ് 10 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 + 2 + 3 അങ്ങനെ 10 വരെ ആഡ് ചെയ്യുന്നതാണ്. യൂസറിന് ഇഷ്ടമുള്ള ഒരു നമ്പർ തരുമ്പോൾ 1 + 2 അങ്ങനെ ആ നമ്പർ വരെയുള്ള സം നമ്മൾ കണ്ടെത്തി ഡിസ്പ്ലേ ചെയ്യണം. ആദ്യമേ ഇതിൻ്റെ ലോജിക് ഒന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ 5 നമ്പേഴ്സിൻ്റെ സം എങ്ങനെയാണ് വരുന്നത്? 1 + 2 + 3 + 4 + 5. ഇതെങ്ങനെ ചെയ്യാം? ആദ്യം എസ് എന്ന ഒരു വേരിയബിളിൽ ഞാൻ 0 സ്റ്റോർ ചെയ്തു. ഇനി ഈ 0യുടെ കൂടെ ഞാൻ നമ്മുടെ ആദ്യത്തെ നമ്പറായ 1 ആഡ് ചെയ്തു. അപ്പോൾ 0 + 1 = 1. ഇനി ആ ആൻസറിനെ ഞാൻ എസ്സിൽ തന്നെ സ്റ്റോർ ചെയ്തു. ഇനി ഇപ്പോൾ കിട്ടിയ ആൻസർ, അതായത് 1ൻ്റെ കൂടെ ഞാൻ അടുത്ത നമ്പറായ 2 ആഡ് ചെയ്തു. അതായത് 1 + 2 എന്ന് പറയുമ്പോൾ 3. ആ 3നെ ഞാൻ എസ്സിലോട്ട് തന്നെ സ്റ്റോർ ചെയ്തു. ഇനി ഇതിൻ്റെ കൂടെ അടുത്ത നമ്പറായ 3നെ ഞാൻ ആഡ് ചെയ്യുന്നു. അതായത് 3 + 3 6. ആ 6നെ ഞാൻ എസ്സിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഇനി അടുത്ത നമ്പറായ 4നെ ഈ 6ലോട്ട് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുന്നു. അപ്പം ഞാൻ എസ്സിൽ 6ന് വരെ എന്ത് സ്റ്റോർ ചെയ്യുന്നു? 10 സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. നമുക്ക് കോഡ് നോക്കാം. ആദ്യം തന്നെ എസ് = 0 ആയിട്ട് അസൈൻ ചെയ്തു. അടുത്തത് 4. ആദ്യത്തെ 5 നമ്പേഴ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 1 തൊട്ട് 5 + 1 അതായത് 6 വരെ എഴുതുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഫോർ ലൂപ്പിലേക്ക് കടന്നു. ഫോർ ലൂപ്പിൻ്റെ സ്റ്റെപ്പ് 1ൽ ഐയുടെ വാല്യൂ എന്തായിരിക്കും? 1. കാരണം റേഞ്ച് 1ൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അതേ സ്റ്റെപ്പ് 1ൽ നമ്മൾ എത്രയാണ് എസ്സിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്? നമ്മുടെ ആദ്യത്തെ നമ്പറായ 1. സെക്കൻഡ് സ്റ്റെപ്പിൽ ഐയുടെ വാല്യൂ 2 ആകുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്? 2. തേർഡ് സ്റ്റെപ്പിൽ ഐയുടെ വാല്യൂ എന്താകുന്നു? 3 ആകുന്നു. അതേ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എസ്സിലേക്ക് ആഡ് ചെയ്യേണ്ടത് എത്രയാണ്? 3. അതായത് ഓരോ സ്റ്റെപ്പിലും ഐയുടെ വാല്യൂ എത്രയാണോ അതാണ് എസ്സിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എസ് + ഐ ആണ് നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ, അല്ലേ? ഇനി ഓരോ തവണയും ഇത് ആഡ് ചെയ്തിട്ട് എങ്ങോട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്? എസ്സിലേക്ക് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. ഈ ഫോർ ലൂപ്പ് ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഏത് വേരിയബിളിലാണ് ഉണ്ടാകുക? എസ്സിലാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ എന്താണ് പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്? പ്രിൻ്റ് യെസ്. ഈ കോഡ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ആദ്യത്തെ 5 നമ്പേഴ്സിൻ്റെ സം 15 ആണ്. ആദ്യത്തെ 10 നമ്പേഴ്സിൻ്റെ സം കാണണമെങ്കിൽ റേഞ്ചിൽ 11 ആക്കി കൊടുക്കുക. അപ്പോൾ 55 ആൻസർ. ഇനി യൂസറിന് ഇഷ്ടമുള്ള ഒരു നമ്പർ തന്നിട്ട് ആ നമ്പർ വരെയുള്ള സം കണ്ടുപിടിക്കാനാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ആദ്യം ഞാൻ ആ നമ്പർ ഇൻപുട്ട് ചെയ്ത് മേടിക്കുകയാണ്. ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ എ നമ്പർ. 10 വരെയുള്ള സം കാണാൻ 11 എന്നാണ് എഴുതുന്നതെങ്കിൽ n വരെയുള്ള സം കാണാൻ n + 1 എന്നല്ല എഴുതുക. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യത്തെ 3 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 6 ആണല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ റെക്കമെൻഡ് ചെയ്യണേ. കൂടാതെ എൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വീഡിയോസ് കൂടെ കാണാൻ മറക്കല്ലേ.